ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ ഇരുചക്രയാത്രക്കാരായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. ഉളിയന്നൂർ സ്വദേശിയായ സ്വാലിഹും ഭാര്യ നിഷയുമാണ് അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ ഇരുവരെയും ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാരായ ദമ്പതികളാണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരും കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിന് മുന്നിലേക്ക് മറിയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ആലുവ ഉളിയന്നൂർ സ്വദേശി സ്വാലിഹിന്റെ തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായ പരിക്കേറ്റു. ഉടൻ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിച്ച് തലയിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും സ്വാലിഹിന് ഇതുവരെ ബോധം വീണിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപകടത്തിൽ പിന്നിലിരുന്ന ഭാര്യ നിഷയുടെ കാൽമുട്ട് തകർന്നതിനാൽ ഇവരെയും ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. ആലുവ പെരുമ്പാവൂർ റോഡിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് നിയമസഭയിലടക്കം ചർച്ചയായിട്ടും ഇതുവരെ അധികൃതർ ഒരു കുഴി പോലും അടച്ചിട്ടില്ലെന്നും നാട്ടുകാർ പലവട്ടം താൽക്കാലികമായി കുഴികൾ നികത്തിയെങ്കിലും കനത്ത മഴയിൽ കുഴിയുടെ ആഴമറിയാതെ ചാടുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നാണ് സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ ആരോപണം. ഇതുപോലെ ഈ റോഡിൽ ആലുവ പെരുമ്പാവൂർ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ ഒരുപാട് കുഴികളുണ്ട്. ഈ ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിലെ 2 വീലർ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ വീഴുന്ന വ്യക്തികൾക്ക് സ്വന്തം കയ്യിൽ നിന്നും ചെലവെടുത്ത് ആശുപത്രി ഹോസ്പിറ്റൽ ചെലവുകൾ കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെയുള്ള വലിയ കുഴികൾ അടച്ചു. ഈ ഫുള്ള് കുഴികൾ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയിറ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.